ചില അമ്മമ്മമാർ പറയും, സന്തോഷത്തോട് പറയും, അച്ഛാ എൻ്റെ അച്ഛൻ 8:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ദോശയും സാമ്പാറും, 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ചോറും കറിയും, 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ചായയും വടയും, 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ചപ്പാത്തി മുട്ടക്കറിയും. അച്ഛാ 1 മിനിറ്റ് താമസിച്ചാലുണ്ടല്ലോ മനുഷ്യന്റെ മുഖം അങ്ങ് മാറും. ഇതിന് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അഹങ്കാരം എന്ന് പറയും. മനസ്സിലാകുന്നു? വേറൊന്നുമല്ല. എന്തുവാണ് അഹങ്കാരം? 12:30 ആയാലും എന്തോ ചത്തുപോകൂ, 8:30 ആയാലും എന്തോ ചത്തുപോകൂ. നമ്മളെല്ലാം ഓർക്കേണ്ട കാര്യം, ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, ഭാര്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കരുതലും സ്നേഹവും കിട്ടിയ ഒരു കാലം ഒരു ഭാര്യ മരിച്ചു പോകുന്ന ഒരു ഭർത്താവിന് പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. ഒരു ഭാര്യ മരിച്ചുപോയ ഒരു ഭർത്താവിന്റെ പരിഭവമുണ്ട്. ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുകയാണ്. വളരെ സ്നേഹനിധിയായ ഒരു ഭാര്യയാണ്, കരുതലോടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന സ്നേഹനിധിയായ ഒരു ഭാര്യ. ഈ ഭാര്യ അങ്ങനെ മരിച്ചു പോകുന്നതിന് ശേഷമുള്ള ആദ്യ രാത്രിയില് ഈ മനുഷ്യൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉറക്കമുണർന്നു, ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. എല്ലാ ദിവസവും ഭാര്യ അങ്ങനെ കിടക്കയോട് ചേർന്നുള്ള ടേബിളിൽ ഒരു ജഗ് വെള്ളം കൊണ്ട് വെക്കുമായിരുന്നു. പക്ഷെ ഭാര്യ മരിച്ചുപോയ ആദ്യ രാത്രിയിൽ ഈ മനുഷ്യൻ അങ്ങനെ അർദ്ധരാത്രിയിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, ദാഹിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ തപ്പി നോക്കുമ്പോൾ എന്തില്ല? വെള്ളമില്ല. ആ മനുഷ്യൻ അങ്ങനെ എഴുന്നേറ്റിട്ട് മകന്റെ മുറിയിൽ ചെന്ന് വിളിക്കുകയാണ്, മകനെ എനിക്ക് ഇച്ചിരി വെള്ളം തരണം. മകൻ വാതിൽ തുറന്ന് സ്നേഹത്തോടെ അപ്പന് രാത്രിയിൽ വെള്ളം എടുത്തു കൊടുത്തു. രണ്ടാമത്തെ ദിവസവും ഈ മനുഷ്യൻ അങ്ങനെ എഴുന്നേറ്റിട്ട് ദാഹജലത്തിന് വേണ്ടി മകന്റെ വാതിക്കൽ മുട്ടുകയാണ്. ആദ്യ ദിവസം കണ്ട മുഖമല്ല രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം ഈ മനുഷ്യൻ അങ്ങനെ ചെന്ന് മുട്ടുകയാണ്. മൂന്നാമത്തെ ദിവസം മരുമകളുടെ മുഖമാ കണ്ടത്. പിന്നെ മനുഷ്യൻ ഒരിക്കലും ആ വാതിക്കലിൽ മുട്ടാനായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഗൃഹനാഥന്മാരെ, ഒരു ഭാര്യ സ്നേഹിച്ചതുപോലെ, ഭാര്യ കരുതിയതുപോലെ, ഭാര്യ കൊണ്ടു നടന്നതുപോലെ ഈ ലോകത്തിലെ സമ്പന്നന്മാരായ ഒരു മക്കൾക്കും ഒരപ്പനെയും അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ചായന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ അവൾ ഇരിക്കുമ്പോ തന്നെ എന്നെ നീ മേളിലോട്ട്, ഇപ്പോഴൊന്നും പ്രാർത്ഥിക്കണ്ട കേട്ടോ, ഒരു 19 കൊല്ലം കൂടെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അവൾ ഇരിക്കുമ്പോ തന്നെ എന്നെ നീ മേളിലോട്ട് എടുക്കണേ. ചുരുക്കത്തിൽ ഏതൊരു ഭർത്താവിന്റെ ജീവിതത്തിലും ഭാര്യയാണ് ഒരു അനുഗ്രഹം. ഇനിയും ഓർക്കേണ്ട കാര്യമുണ്ട്, പലപ്പോഴും പല സ്ത്രീകളിലേക്ക് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ശാസ്താംകോട്ടയൊക്കെ ഒരു മരുമകളുടെ വിഷയങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മളെല്ലാം ഓർക്കേണ്ട കാര്യം, ഒരു മരുമകളും ഒരു വീട്ടിലേക്ക് ഒരു കലഹമുണ്ടാക്കാനായിട്ടല്ല കടന്നു വരുന്നത്. മന്ത്രകോടി ഉടുത്ത് നിലവിളക്കുമായി സുന്ദരിയായി വലത്തുകാല് വച്ച ഏതൊരു പെൺകുട്ടിയും ആ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെ ദൈവമേ ഞാൻ വന്നത് നിമിത്തം ഈ ഭവനത്തിന് അനുഗ്രഹം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്. ഞാൻ വന്നത് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട ഈ തലമുറ ഈ ഭവനത്തിനുണ്ടാകണമേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഒരു സ്ത്രീയിൽ നിന്ന് നെഗറ്റീവായി വേദനിപ്പിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകുന്നെങ്കിൽ അവളെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചതും ചെയ്യിച്ചതിന്റെ ആരാണ്? ആ വീട്ടുകാരാണ്. മനസ്സിലാകുന്നു? ആ വീട്ടുകാരാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ഓർക്കണം, എൻ്റെ അമ്മ ചെയ്ത ഒരു ത്യാഗമാണ് എൻ്റെ അപ്പൻ ഇന്ന് ഈ നിലയിലായത്. എൻ്റെ ഭാര്യ അവിടെ അപ്പനെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ചെയ്തൊരു ത്യാഗം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലുമായതും. ഓരോ സ്ത്രീയും ചെയ്ത ഏറ്റവും വലിയൊരു ത്യാഗം. അതുകൊണ്ട് ഓർക്കണം, ജീവിതയാത്രയിൽ വലത്ത് ഒരു ഗൃഹസ്ഥ ഒരു ഭാര്യ അങ്ങനെ ഹൃദയത്തോടെ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ഭർത്താവും ഒരിക്കലും തകർന്നു പോവുകയില്ല. വലത്തുവശത്ത് ഭാര്യയാണെങ്കിൽ ഇടത്തുവശത്ത് അപ്പന്റെ ആരാ ഉണ്ടാകേണ്ടത്? മക്കളാണ്.